കുറച്ച് ദിവസങ്ങളായിട്ട് ഐ മീൻ വന്നപ്പോൾ മുതൽ എയറിൽ നിൽക്കുന്ന ഒരു ട്രെയിലർ ഇൻസ്റ്റഗ്രാമിലൊക്കെ കയറി കഴിഞ്ഞാൽ റീലിലൊക്കെ ട്രോളായിട്ട് കാണുന്ന ഒരു സംഭവം. അതുകൊണ്ട് കുറച്ച് സീൻസ് ഒക്കെ നമുക്ക് പുതുമയായിരിക്കില്ല, എന്നാലും നമ്മുടെ വക ഒരു റിയാക്ഷൻ അതിൽ പോരട്ടെ എന്ന് വിചാരിച്ചു. അതെ, ജാൻവി കപൂർ നായികയായിട്ട് വരുന്ന സിനിമ പരം സുന്ദരി. മലയാളം മൂടിയോ ഉണ്ടോ? ഇല്ലല്ലേ, മലയാളം ആണല്ലോ ഭയങ്കര. പെണ്ണ് മലയാളം ആണെന്നാണല്ലോ ഓരോ അവകാശപ്പെടുന്നത്. മലയാളി. പൊതുവേ ഞങ്ങളങ്ങനെ ഹിന്ദി സിനിമ ട്രെയിലറുകൾ റിയാക്ട് ചെയ്യാറൊന്നുമില്ല. പക്ഷേ ഇതിലൊരു കേരളീയ തനിമ ഉണ്ട്. ഇതിലൊരു നമ്മുടെ നായകൻ മലയാളിയാണ്. അപ്പം നമുക്ക് ആ ട്രെയിലർ റിയാക്ഷനിലേക്ക് പോവാം. ഹിന്ദി സബ്ടൈറ്റിൽ एक बार कॉल स्टाफ रूम में किया था, सिर्फ किस। तुमने भी ऐसा कुछ नॉटी किया? हाँ, एस्कॉर्ट में, सारी है तो सारी एक बार गाड़ी में और एक किस लड़की को कैसे फंसाना है सब पता ना? क्यों तुम फंस रही हो? इस दुनिया में 810 करोड़ लोग हैं, लेकिन सच्चा प्यार एक ही से होता है. बस यही मेरी सबसे बड़ी प्रॉब्लम है. വള്ളംകളിയുണ്ട്. हाय, मैं हूँ परम सचदेव दिल्ली से. हमने यहाँ बुकिंग की है. वेलकम. कम कम. सुंदरी, यहाँ पे मच्छर बहुत है. खिड़की बंद रखो. तो ये व्यू कैसे देखूँगा? तो फिर खुला रखो. मलेरिया हो गया तो? मलेरिया के मच्छर सिर्फ रात को काटते हैं. दिन में क्या करो? मार दो. गुड एंटरटेनमेंट. അവിടെയൊന്നും ഇല്ലേ ഈ സാധനം? കളരിപ്പേറ്റ് മറ്റേ സാധനങ്ങൾ. ഇതെന്താ ഉറുമിയാ? കോമഡി ഇതാണ്. मलयालम में डब हुई थी ना. ഒന്നുമേ പിടിയല്ല. പാട്ട് കുഴപ്പമില്ലായിരുന്നു. അത് മുല്ലപ്പൂ. हीर रांझा का रांझा भी तो मरा था. हीर भी तो साथ में मरी थी. मन्नुन्नी. മണ്ണുണ്ണി. तो मेरे हीरो. लाल कलर की साड़ी में कुड़िए तू डेंजर लगती है. लाल कलर की साड़ी में പിന്നെന്താ വേണം? നായകൻ വള്ളം. അത് മിക്കവാറൊരു അവൻ പ്രൂവ് വള്ളം ചെയ്യുന്ന വള്ളംകളി. നായകൻ പ്രൂവ് ചെയ്യുന്ന ആന. रजनीकांत तमिल सुपरस्टार है. अरे है तो साउथ ही ना. इट्स इंडिया. केरला मलयालम मोहनलाल. तमिलनाडु तमिल रजनीकांत. आंध्रा तेलुगु अल्लू अर्जुन. कर्नाटका कन्नड़ा यश. तुम्हारे लिए हर साउथ इंडियन मद्रास. राइट नॉर्थ इंडियंस ignorant talented arrogant entitled bloody tega. തേങ്ങയാ? തേങ്ങ എന്നല്ലേ അവള് പറഞ്ഞത്? അത് എനിക്ക് തോന്നുന്നു ആ സെക്ഷനിൽ അവർ പറയാൻ നോക്കിയത് ഇപ്പം നോർത്ത് ഇന്ത്യൻസ് എല്ലാവരെയും സൗത്ത് ഇന്ത്യൻസ് മൊത്തം മദ്രാസിൽ നിന്നാണല്ലോ പറയുന്നത്. അപ്പം അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള സംഭവമാണ്. പക്ഷെ എനിക്കൊന്ന് അലമ്പിച്ച് കളഞ്ഞു. അല്ലേ ഞാൻ എനിക്കും മനസ്സിലായത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഒരു മലയാളി ആയിട്ടുള്ള ഒരു നടിയെ തന്നെ എടുത്തിരുന്നെങ്കിൽ പിന്നെയും ചിലപ്പോൾ എന്റർടൈനിങ് ആയിരുന്നു. കാരണം ട്രെയിലറിൽ ബാക്കിയുള്ള സംഭവങ്ങൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഒരു എന്താ പറയാ, കേരളത്തിലേക്ക് താമസിക്കാൻ വന്നതാ. അപ്പൊ അവളെന്തോ ഹോം സ്റ്റേ കൊടുക്കുന്ന വീട്ടിലെ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അത് അവളുടെ വീട്ടിൽ. അപ്പം അവിടെ നിൽക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് അവൻ പറയുന്നത്. അപ്പോൾ ഒരു കൊതുനൊക്കെ തല്ലിക്കൊന്ന് എന്റർടൈൻമെന്റ് ആയിട്ട് അതാണ് ആ ഒരു ഇനിഷ്യൽ ഫേസ്. എനിക്ക് അതാ ഫീൽ ചെയ്ത്. പക്ഷെ വാട്ടെവർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് സ്ഥിരമായി നിങ്ങൾ ഈ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ബോളിവുഡിൽ ഇങ്ങനെ മലയാളത്തനിമ കൊണ്ടുവരുന്ന പരിപാടി. പക്ഷെ നിങ്ങൾക്ക് എത്ര നല്ല മലയാളം ആക്ടേഴ്സിനെ ഇവിടുന്ന് കിട്ടുമെന്നറിയോ? നിങ്ങളുടെ 10 ഇരട്ടി നന്നായിട്ട് അഭിനയിക്കുന്ന, ശരിക്കും കറക്റ്റായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന നായികമാർ മലയാളത്തിലുണ്ട്. നിങ്ങൾക്ക് അവരെ എടുത്തോണ്ട് പോയാൽ വൃത്തിക്കുള്ള മലയാളം കിട്ടും. മേ ബി നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തോണ്ടായിരിക്കും നിങ്ങൾ ഈ ഹിന്ദിക്കാരെ കൊണ്ട് തന്നെ ChatGPT പറഞ്ഞു തരുന്ന മലയാളം എടുക്കുന്നത്. ഹിന്ദി നന്നായിട്ട് പറയുന്ന മലയാളി നടിമാരും ഉണ്ട്. ഇപ്പം നമ്മുടെ പാർവതിയും ഇമ്രാൻഖാനും അഭിനയിച്ചിട്ടുള്ള ഹിന്ദി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അതിൽ പാർവതി മലയാളവും പറയുന്നുണ്ട് ഒക്കേഷണലി. പക്ഷേ മെയിൻലി ഹിന്ദിയാണ്. അത് വളരെ മനോഹരമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ അതെ, ഇത് മലയാളികളെ ഒരു
ഒരുമാതിരി തേച്ചൊട്ടിക്കുന്നതിന് തുല്യം, അപമാനിക്കുന്നതിന് തുല്യമാണ്. വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ കുറേ സിനിമകളിലൊക്കെ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്. ദിൽസേ സിനിമയ്ക്കകത്താണെങ്കിലും മലയാളികളെ കാണിച്ചു അതിൽ വള്ളംകളിയും സാധനങ്ങളും കഥകളിയും ഒക്കെ ആ ഒരു പാട്ടിലൊക്കെ സംഭവങ്ങളുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ തമിഴ് സിനിമയിലേക്ക് വന്നപ്പോൾ വിനയ് താണ്ടി വരുവായ ആലപ്പുഴ കാണിച്ചു. അതിലും ഈ പറഞ്ഞതുപോലെ തന്നെ കേരള സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ പരമാവധി വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ആലപ്പുഴ കാണിക്കുമ്പോൾ ഹൗസ് ബോട്ട് കാണിക്കുന്നതിലൊന്നും വലിയ തെറ്റില്ല. കാരണം ആലപ്പുഴയുടെ ഒരു ഐക്കണാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതാണ് കേരളം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുക. വള്ളംകളി, മുല്ലപ്പൂ, സാരി, പിന്നെ ഒരു വെട്ടുകത്തി, ഇതൊക്കെ കേരളത്തിന്റെ എന്താ പറയാ മുഖമുദ്രയായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഭയങ്കര ശോകമാണ്. നിങ്ങൾ അതാണ് അവര് ബോളിവുഡിൽ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. തേപ്പ് വെട്ടി എന്താണ് ശരിക്കും പറഞ്ഞ ഉദ്ദേശ പേരെന്താന്ന് മനസ്സിലായില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലെന്നോ നമ്മള് തെക്കേപ്പാട്ടാണെന്ന് തോന്നുന്നു, സുന്ദരി ദാമോദരം. പിന്നെ നമ്മളുടെ ഒരു കൾച്ചർ ആണല്ലോ വീട്ടുപേര് പറഞ്ഞിട്ട് പേര് പറയുന്ന, അല്ലെ പേരിന്റെ കൂടെ വരുന്ന, അതൊക്കെയാണ് അവർ റിസർച്ച് ചെയ്ത്. എനിക്ക് തോന്നുന്നു ഇവർ ഈ റിസർച്ച് എടുത്തിരിക്കുന്നത് വന്ന് കണ്ട് കഷ്ടപ്പെടാനൊന്നും വയ്യാത്തത് കാരണം കൊണ്ട് ഏതെങ്കിലും AI ഉപയോഗിച്ചിട്ട് വാട്ട് ക്യാൻ ബി ഷോ ടു റെപ്രസെന്റ്, അല്ലെങ്കിൽ ടു കേരളത്തനിമ കാണിക്കാൻ വേണ്ടി കേരളത്തെ കാണിക്കുമ്പോൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ജസ്റ്റ് വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതൊക്കെ തന്നെ ഈ സിനിമയിലുള്ളൂ. എനിക്ക് ഒരു ഇതിൽ വലിയ പൊളിറ്റിക്കൽ സംഭവങ്ങളൊന്നും ഉണ്ടെന്ന് വലുതായിട്ട് ഇതുവരെ ടീച്ചർ കണ്ടപ്പോൾ തോന്നിയില്ല. ജസ്റ്റ് ഉദ്ദേശിച്ച് 2 states ഒക്കെ പോലെയാണോ ഇത് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ വിനയ് താണ്ടിപരമായിട്ട് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ചെന്നൈ എക്സ്പ്രസ്സിലെ സംഭവങ്ങളും അതുപോലത്തെയും ഒരു സംഭവം കണ്ടു. ചെന്നൈ എക്സ്പ്രസ്സിൽ ഇതുപോലെ തന്നെയാണ്. ക്ലൈമാക്സ് ഒക്കെ നായകൻ ഓടുന്നു, ചാടുന്നു, പ്രൂവ് ചെയ്യാനുള്ള മൊമെന്റ്. ചെന്നൈ എക്സ്പ്രസ്സിൽ എനിക്ക് കുറച്ചും കൂടി ദീപിക പദുക്കോൺ ആപ്റ്റായിട്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് രസമുണ്ടായിരുന്നു. ഇത് ഭയങ്കര ശോകമായിട്ടുണ്ട്. ഐ മീൻ, ഞാൻ കഥയോ സിനിമയുടെ മൊത്തത്തിലുള്ള ഇതോ അല്ല പറയുന്നത്, മലയാളിയായിട്ട് കാണിച്ചേക്കുന്ന ഭയങ്കര വൃത്തികേടായിട്ടാണ്. ആ പേര് പറഞ്ഞ ആ ഒരു സെക്ഷൻ ആണെങ്കിലും, പിന്നെ ആ ട്രെയിലറിലെ അവസാന സെക്ഷനിലെ ആ ഒരു പെർഫോമൻസ് ആണെങ്കിലും കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമയുടെ ഒരു ഏകദേശ ധാരണ കിട്ടിക്കഴിഞ്ഞു. സോ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ അതിൻ്റെ സോങ് എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല, നല്ല രസമുണ്ടായിരുന്നു. സോങ്ങും എനിക്ക് ഈവൻ സിനിമോട്ടോഗ്രാഫി ഒക്കെ എനിക്ക് ഓക്കെ ആയിട്ടാ തോന്നി. വിഷ്വൽസ് ഒക്കെ നല്ലതായിരുന്നു. ജസ്റ്റ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളൊരു മലയാളി ക്യാരക്ടറിനെ പോർട്രേ ചെയ്യാനാണ് നിങ്ങളുടെ സിനിമയിൽ ആലോചിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഡൂ സം റിസർച്ച് ആൻഡ് ഇതുവരെ കാണിച്ചിട്ടുള്ള അല്ലാത്ത രീതിയിൽ എങ്ങനെ അതിനെ പോർട്രേ ചെയ്യാമെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ. ആൻഡ് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ മലയാളത്തിൽ നിന്ന് തന്നെ ഒരു ആക്ട്രസിനെ കൊണ്ടുപോയി, അത്യാവശ്യം ഹിന്ദിയും കൂടി പറയുന്ന ഒരു ആക്ട്രസിനെ കൊണ്ടുപോയി നിങ്ങൾ അഭിനയിപ്പിക്കൂ. മലയാളിയാന്ന് പറഞ്ഞിട്ട് സ്വന്തം പേര് പോലും വൃത്തിക്ക് പറയാൻ അറിയാത്ത മലയാളി എന്ന് പറയുമ്പം ദാറ്റ്സ് വെരി ഷെയിം. അതെ, പുതിയ ശാലിനി ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഏതായാലും ഈ ടീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.